7 വർഷമായിട്ട് ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു മണി ഓറിയൻറ്റഡ് പോലീസും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് സേനക്കകത്ത് തന്നെ കച്ചവട തൽപരരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷൻ ഇല്ലാത്ത ഒരു അന്വേഷണവും പിണറായി മുഖ്യമന്ത്രിയും ഈ പറയുന്ന പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആയിരിക്കുന്നിടത്തോളം കാലം ഒരു സത്യം അവർ പുറത്തുവരില്ല. ഒരാൾ രാജിവെച്ചാൽ അടപടലം പോലെ രാജിവെക്കേണ്ടി വരും, അടപടലം പോലെ പൊട്ടേണ്ടി വരും. അപ്പോൾ ഒരാളും രാജിവെക്കാതിരിക്കാൻ എന്താ പറയുക, ഇവർ കൈപ്പിടിച്ച് നിൽക്കുകയാണ്. ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞില്ലേ, ആ പിടുത്തം പിടിച്ച് നിൽക്കുക, അത്രേ ഉള്ളൂ. ആ തുമ്പ ഡാൻസ് കളിക്കുന്ന നേരം ഈ കുട്ടികളെ കയ്യിലൊരു തൂമ്പ വാങ്ങിക്കൊടുത്താൽ 4 പച്ചക്കറിയെങ്കിലും ഉണ്ടാക്കാം. അതിനുള്ള ബുദ്ധിയെങ്കിൽക്കൊരു വേണം. പണമുണ്ടാക്കുക എന്നതിലപ്പുറം റിയാസിസത്തിന്, മരിമോസിനിസത്തിന് അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല. എന്ത് മാർഗവും സ്വീകരിക്കും. നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ മുൻ MLA ശ്രീ PV അൻവർ. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സാർ. പ്രധാനമായും താങ്കൾ കുറേ വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. താങ്കളുടെ കുറേ പരാതികളും കുറേ പൊതുസമൂഹം അറിയേണ്ട കുറേ വിഷയങ്ങളും അതിൻ്റെ നിലവിലെ സ്ഥിതി എന്തായി എന്നറിയാനായിരിക്കും സ്വാഭാവികമായും പുതിയ പോലീസ് മേധാവിയെ ചെന്ന് കണ്ടത്. നിലവിൽ പുതിയ പോലീസ് മേധാവിയിലും അല്ലെങ്കിൽ പുതിയൊരു ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കും, എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പോലീസിലെ പുതിയ പോലീസ് ചീഫ് വന്നതുകൊണ്ട് മാത്രം കേരളത്തിലെ പോലീസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ്, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർഫിയറൻസ്, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തെ നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല. അദ്ദേഹം 19 വർഷത്തോളം സെൻട്രൽ ഏജൻസികളിലാണ് വർത്തിയത്. കേരളമായിട്ട് കഴിഞ്ഞ ഈ പറയുന്ന ഏകദേശം 2 പതിറ്റാണ്ടിൻ്റെ ഗ്യാപ്പ് വന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിലെ പോലീസിലുണ്ടായ ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഒരു ഒറ്റയടിക്ക് ഒരു രാത്രി കൊണ്ട് അനലൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല, അദ്ദേഹം പോകുന്നതിനേക്കാളും എത്രയോ മടങ്ങ് പോലീസിൽ രാഷ്ട്രീയവൽക്കരണം നടന്നിട്ടുണ്ട്. പോലീസിൽ യഥാർത്ഥത്തിൽ ഭയങ്കര വർഗീയവൽക്കരണം നടന്നിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് വലിയ പ്രതിസന്ധികളുണ്ടാവും. പോലീസിലെ ഒരു വിഭാഗത്തെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു മണി ഓറിയൻറ്റഡ് പോലീസും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പോലീസ് സേനക്കകത്ത് തന്നെ കച്ചവട തൽപരരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരുടെ ഒരു കൂട്ടായ്മക്ക് നേതൃത്വം നൽകിയ, എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ എന്നോ കൊള്ളക്കാരനെന്നോ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ പോലീസിനെ അപജയം സംഭവിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കടന്നു വരുന്നത്. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോലീസിന് അഭിമാനകരമായ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുകയും പ്രവൃത്തി പദത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത നല്ല പോലീസ് ഓഫീസർമാർ കേരളത്തിലെ പോലീസിലുണ്ട്. പക്ഷേ അവരൊക്കെ ഇന്ന് നിശബ്ദരാണ്. അവർക്കൊന്നും അവരുടെ, എന്താ പറയുക, കാഴ്ചപ്പാടുകളും അനീതിക്കെതിരെ വിരൽ ഉയർത്താനുള്ള സ്വാതന്ത്ര്യമൊന്നും പോലീസിലില്ല. റവാഡ് ആസാദ് ചന്ദ്രശേഖർ പോലീസ് ചീഫായതുകൊണ്ട് ഈ പറയുന്ന ADGP അജിത് കുമാറിനും സംഘത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള പി ശശിയുമായുള്ള ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം സ്റ്റേറ്റ് നേരിടുന്ന അത്തരം വിഷയങ്ങളിൽ പൊളിറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സോഷ്യൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എത്രത്തോളം ആക്ഷൻ എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ വി വിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ അജിത് കുമാറിനെതിരെ ഞാൻ സുജിത് നൽകിയ പരാതിയിൽ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി അന്വേഷണം നടത്തി അതിന് റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം കുറ്റക്കാരനല്ല എന്നാണ് റിപ്പോർട്ടിൻ്റെ കാതിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ജയിലിൽ പോകേണ്ട പല കാര്യങ്ങളും തെളിവടക്കം, അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനമടക്കമുള്ള എവിഡൻസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും ഈ എൻക്വയറി പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതതിൻ്റെ ഒരു ഭാഗം. എന്നാൽ ഒരു പെറ്റീഷണർ എന്ന നിലക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ, അതിൻ്റെ ഗവൺമെൻറ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി പെറ്റീഷണറായ എനിക്ക് തരാൻ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആ കോപ്പി കിട്ടിയിട്ടില്ല.
ഈ റിപ്പോർട്ട് സമർപ്പിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ട് 12/4, അതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 12-ാം തീയതി ഇവിടുത്തെ പോലീസ് ചീഫിന് ഞാൻ കത്തെഴുതുകയും മെയിലയക്കുകയും ചെയ്ത് കോപ്പി തരണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിക്കാനും അത് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനും ഒരാഴ്ചക്കുള്ളിൽ ആ റിപ്പോർട്ട് എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടാനാണെന്ന് പോയത്. പക്ഷെ അന്ന് പോലീസ് ചീഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ADGP ശ്രീജിത്തിനെ കണ്ട് ഞാൻ ആ കത്തിൻ്റെ കോപ്പി കൊടുക്കുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ട്. രണ്ടാമത്തെ കാര്യം, 3.5 മാസമായി ഞാൻ നൽകിയൊരു വിവരാവകാശ ആപ്ലിക്കേഷൻ അവിടെ കിടക്കുന്നുണ്ട്. അത് ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ, അദ്ദേഹം ഫയൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ റിട്ടേൺസ്, അദ്ദേഹം കുടുംബവും നടത്തിയ വിദേശ യാത്രകൾ, ഏതൊക്കെ രാജ്യത്ത്, ഏതൊക്കെ പെർമിഷൻ എടുത്തു പോയി, പെർമിഷൻ എടുക്കാതെ പോയി, തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ സർക്കാരിനോട് വിവരാവകാശ രേഖപ്രകാരം, അവകാശപ്രകാരം ഞാൻ കൊടുത്തതിന് ഇന്നുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഈ 2 കാര്യങ്ങളെയും ഇന്നത്തെ സ്റ്റാറ്റിക്സ് എന്താണ് എന്നറിയാൻ ഞാൻ പോയത്. ഇനി സർക്കാർ അത് തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, എനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ ആ റിപ്പോർട്ടിലെ പോരായ്മകളും കള്ളത്തരങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈക്കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് ഒരു പുനരന്വേഷണത്തിനുള്ള വഴി തേടാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ്. ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷൻ ഇല്ലാത്ത ഒരു അന്വേഷണവും പിണറായി മുഖ്യമന്ത്രിയും ഈ പറയുന്ന P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആയിരിക്കുന്നിടത്തോളം കാലം അതൊരു സത്യം അതിൽ പുറത്തു വരില്ല. അതിൻ്റെ കാരണം ഈ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന തന്നെയാണ്. ഞാൻ കൊടുത്ത ഈ പരാതിയുടെ മുകളിൽ പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത്, P ശശിക്കെതിരെ PV അൻവർ നൽകിയ എല്ലാ ആരോപണങ്ങളും അവജ്ഞയോടുകൂടി തള്ളുകയാണ്. ADGP അജിത് കുമാർ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. എന്തായാലും ഇത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ADGP അജിത് കുമാറിന് ക്ലീൻ ഷീറ്റ് കൊടുക്കുക അന്വേഷണം തുടങ്ങുമ്പം തന്നെ. പിന്നെ അദ്ദേഹത്തിൻ്റെ റാങ്ക് ആൻഡ് ഫയലിന് താഴെയുള്ളവരോ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരോ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടവനെതിരെ എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കുക? അതുകൊണ്ടാണ് ഈ SIT അന്വേഷണം ഈ കൊലത്തിലായിപ്പോയത്. അപ്പോൾ എനിക്ക് ഇനി എന്താണ്? ആകെ ഇനി ഇന്ത്യയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ജുഡീഷ്യറി മാത്രമാണ്. ആ ജുഡീഷ്യറിയെ എനിക്ക് സമീപിക്കണമെങ്കിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടണം. രാഷ്ട്രീയമായി നോക്കുമ്പോൾ താങ്കളൊരു സ്വാധീന വലയത്തിലല്ല, അതായത് ഇപ്പോൾ MLA അല്ല, എന്നാൽ UDF മുന്നണിയിൽ അപ്പുറത്ത് താങ്കൾക്ക് പോകാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ നിലവിൽ പഴയ ഒരു MLA അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലമോ സ്വാധീനമോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുക, അങ്ങ് പറയുന്ന പോലെ ഇപ്പോൾ താങ്കളുടെ ഭാഷയിൽ പിണറായി സത്തിനെതിരെയൊക്കെ പോരാടുക എന്ന് പറയുന്നത്, ആ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും താങ്കൾക്കുണ്ടോ? പിന്നെന്താ, പിണറായി സത്തിനെതിരെ മാത്രമല്ല, മരുമാനുസത്തിനെതിരെ നമ്മൾ പോരാടുന്നില്ല. ഈ നാട്ടിലെ അഴിമതിക്കെതിരെ നമ്മൾ പോരാടുന്നില്ലേ? ഇന്ന് ഈ നാട് നേരിടുന്ന ഒട്ടനവധിയായ വിഷയങ്ങൾ, മനുഷ്യരനുഭവിക്കുന്ന, മലയോര മേഖലയിലെ മനുഷ്യർ അനുഭവിക്കുന്ന എന്താ പറയുക, താങ്ങാൻ കഴിയാത്ത മൃഗങ്ങളുടെ ആക്രമണങ്ങൾ, മരണങ്ങൾ, കാർഷിക മേഖലയുടെ തകർച്ച. ഒരു 100 രൂപ കൂട്ടി കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 6 മാസമായി ഇവിടെ നമ്മുടെ സഹോദരിമാരിവിടെ, ആശാവർക്കർമാരിവിടെ സമരം നടത്തുന്നു. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരികളുമാണ് PSCയുടെ ടെസ്റ്റ് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിനും എന്താ പറയുക വേഴാമ്പലിനെ പോലെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതൊക്കെ കൊടുത്ത് വലിയ വിഷയങ്ങളാണ്. അതിനിപ്പോൾ അത് ഉന്നയിക്കാൻ ഇവിടെ MLAയും മന്ത്രിയാവണമെന്നില്ല. ഈ ഗവൺമെൻറ്റിൽ മന്ത്രിയാവേണ്ട സ്ഥിതി എന്താ? ഒപ്പധികാരത്തിനപ്പുറം അതും ഇല്ല ഇപ്പോൾ. കാരണം ഈ സിഗ്നേച്ചർ വന്നതോട് കൂടിയിട്ട് എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സൈൻ ചെയ്ത് പോകുമല്ലേ. ഏത് മന്ത്രിമാർ ഏത് ഫയലാണ് കാണുന്നത്? ക്യാബിനറ്റിൽ എന്ത് ഡിസ്കഷനാണ് നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് മന്ത്രിയാണ് ഉള്ളത്? പാർട്ടി സെക്രട്ടറിക്ക് പോലും കഴിയുന്നില്ല. പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് കഴിയുന്നില്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പേഴ്സൺ. ആ വ്യക്തിയെ എന്താ പറയുക നോക്കിയിരിപ്പുകാരനാക്കി മാറ്റി നിർത്തിയിട്ട് AKG സെൻറ്റർ എന്ന് പറയുന്ന പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ അവസ്ഥയിലേക്ക് പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ പിടിവിട്ട് പോയിട്ട് ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുമോ? ആ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടെന്താ, MLA ആയിട്ടെന്താ? അതേറെ നല്ലത് എന്നെപ്പോലെ സ്വതന്ത്രനായി നമുക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറയാനുള്ള ശേഷി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഈ പാർട്ടിയെ ഇപ്പോഴും മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്
ഇത് വെറുതെ ഒരു ആരോപണത്തിന് വേണ്ടി ആ സമയത്ത് പറഞ്ഞതാണോ, ശരിക്കും അത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണോ? അത് മനസ്സിലാവാത്ത ആർക്കാണ്? നിലമ്പൂരിൽ എനിക്ക് കിട്ടിയ വോട്ടിൻ്റെ 90% CPM-ൻ്റെ വോട്ടാണല്ലോ. എന്താ കാരണം? വിഷയം ഇത് തന്നെയാണ്. പാർട്ടി അദ്ദേഹം ഹൈജാക്ക് ചെയ്തു എന്നതിൻ്റെ ഏറ്റവും വലിയ എത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് 3 P. ജയരാജന്മാർ എവിടെ പോയി? വെട്ടി നിരത്തിയില്ലേ? ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന മുൻ MP രാകേഷിനെ കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു. ഗഗാറിനായിരുന്നു അവിടെ പാർട്ടിയുടെ സെക്രട്ടറി. അദ്ദേഹം ഒരു ടേമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിനെ അവിടെ വെട്ടി നിരത്തി റിയാസിൻ്റെ മീശ മുളക്കാത്തൊരു പയ്യനെ പിടിച്ച് അവിടെ ജില്ലാ സെക്രട്ടറി ആക്കി. കോഴിക്കോട് ആദ്യം തുടങ്ങിയത് എവിടെയാണ്? ഇദ്ദേഹം MLA ആയതിനു ശേഷം CITU നേതാവായ സഖാവ് വിളമരം കരീമിനെ ആദ്യം മോഹനൻ മാഷ ജില്ലാ സെക്രട്ടറിയെ ഉപയോഗിച്ച് അദ്ദേഹത്തിനും കൂടി സഹായം തേടി അദ്ദേഹത്തെ വെട്ടി ഇളമരത്തിന്. അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നപ്പോൾ, പാർട്ടി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മോഹനൻ മാഷ വെട്ടി. അവിടെ മറ്റൊരുത്തിന് റിയാസിൻ്റെതാക്കി. മന്ത്രിമാരടക്കമുള്ള പരാതി എന്താ? രാജേഷിൻ്റെ പരാതി എന്താ? പാലക്കാട് നിന്ന് വരുന്ന മന്ത്രിയുടെ. അപ്പോൾ പാർട്ടിക്കുള്ളിലും ഗവൺമെൻറ്റിനുള്ളിലും അദ്ദേഹത്തിൻ്റെ സുപ്രമസി തന്നെയാണ്. ഒരു തർക്കവും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആരോഗ്യരംഗത്ത് ഇവിടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, തിയേറ്ററിൽ കിടത്തി വയറ് കീറി വെച്ചതിനെ തുന്നാൻ സൂചി നൂലില്ലാത്ത നാടായി നാട് മാറുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള പൈസ കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ ഏറ്റവും കോടാനുകോടികൾ മുടക്കുന്നത് PWDയിലും ടൂറിസത്തിലുമാണ്. അവരുടെ ഒരു ബില്ലും പെൻഡിങ്ങിലില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, അനുഭവങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിലപാടുകളും നടപടികളും നോക്കിയാലല്ലേ ഇത് മനസ്സിലാവും. അതൊരു വസ്തുതയല്ലേ? അതിൽ ആർക്കാ അതിൽ സംശയമുള്ളത്? മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് ഉള്ളത് മരുമകൻ മുഹമ്മദ് റിയാസ് തന്നെയാണ്. പക്ഷേ ഈ LDF തുടർഭരണം മൂന്നാമതും അധികാരത്തിൽ വരുമെന്നൊരു പ്രചരണം ക്യാമ്പയിനാണ് അവർ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു പക്ഷേ പിണറായിക്ക് ശേഷം മുഹമ്മദ് റിയാസ് അങ്ങനെ ഒരു രീതിയിലൊരു കാര്യങ്ങൾ പൊക്കോട്ടെ, അതായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം. ലക്ഷ്യം തന്നെ, പക്ഷെ നടക്കാൻ പോകുന്നില്ല. എന്നാൽ CPM അധികാരത്തിൽ LDF വരില്ല എന്നാണോ? ഒരുപക്ഷെ അധികാരത്തിൽ രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ നിലമ്പൂരിലെ ഇലക്ഷൻ തന്നെ എടുത്തു നോക്കുകയുള്ളൂ. 20,000 വോട്ട് എനിക്കും ഈ പറയുന്ന 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഷൗക്കത്തിന് വന്നാൽ 32,000 വോട്ടാണ് അവിടെ മാറുന്നത്. 60,000 വോട്ടിൽ 1,50,000 എന്താ പറയുക 50,000-60,000-ഓളം വോട്ടുകൾ പോൾ ചെയ്യുമ്പോൾ അവിടെ അപ്പുറത്ത് കിട്ടിയിരിക്കുന്ന വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് എങ്ങനെ വരാൻ പോകുന്നത്? ഒരു നിലക്കും വരാനില്ല, ഒരു സാധ്യതയില്ല. വർഗീയ വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാണ് ഇനി അടുത്ത ഇലക്ഷനെയൊക്കെ LDF പ്രത്യേകിച്ച് CPM നേരിടാൻ പോകുന്നത്. കാരണം വർഗീയ വോട്ടുകളാണ് നിലമ്പൂരിൽ എങ്ങനെ ഒരു വിജയത്തിന്, ഷൗക്കത്തിൻ്റെ വിജയത്തിനൊക്കെ അടിസ്ഥാനപരമായി ഈ വരാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ ആ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു സ്ട്രാറ്റജി മുന്നിൽ വെച്ചായിരിക്കില്ലേ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ആ കാര്യം നിങ്ങൾ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ഇവിടെ നടക്കുന്ന ഈ ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ പിന്നിൽ വർഗീയവാദികളും ജമാഅത്ത് ഇസ്ലാമി SDPI ആണെന്ന് ഇവിടെ പാർട്ടി പറഞ്ഞതാണ്, മുഖ്യമന്ത്രി പറഞ്ഞതാണ്. നിലമ്പൂരിൽ ഞാൻ മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞ് നടത്തിയ സമ്മേളനങ്ങൾ പങ്കെടുത്ത 10,000 SDPIക്കാരും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയാണെന്നായിരുന്നല്ലോ പാർട്ടി പറഞ്ഞിരുന്നത്. എന്നിട്ട് എൻ്റെ നിലമ്പൂരിലത് കാണാൻ SDPIയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് എങ്ങനെയാണ്? ജമാഅത്ത് ഇസ്ലാമി പബ്ലിക്കായിട്ട് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തത് ആർക്കാം? UDFനല്ലേ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ കൂടെയുള്ള ഒരു വർഗീയവാദികളാണെന്ന്. അപ്പോൾ എല്ലാ സമരത്തെയും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള എന്താ പറയുക, നമ്മൾ എന്ത് പനി വന്നാലും നമ്മൾ ആദ്യം കുടിക്കുക പാരസെറ്റമോളാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പാരസെറ്റമോളായിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് CPM അല്ലെങ്കിൽ CPM അങ്ങനെ വിചാരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടി സെക്രട്ടറി അങ്ങനെ വിചാരിക്കും. ഒരു വിഡ്ഢികളുടെ ലോകത്തല്ലേ, ആരെങ്കിലും വിശ്വസിക്കും അതൊക്കെ? എന്നാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ താങ്കളുടെ ശക്തി എത്രത്തോളമാണെന്ന് താങ്കൾ വളരെ മനോഹരമായത് തെളിയിച്ചു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഇനി എങ്ങനെയാണ് താങ്കളുടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 22,000-ഓളം സീറ്റുകളുണ്ട്. 15,900 സംതിങ്, ഓൾമോസ്റ്റ് 16,000 പഞ്ചായത്ത് വാർഡുകളുണ്ട്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനോ എല്ലാം കൂടി ചേർത്ത് അറൗണ്ട് 22,000 സീറ്റ്സ് ഉണ്ട്. ഈ 22,000 വാർഡുകളിലും മത്സരിപ്പിക്കാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയവുമായി സഹകരിക്കാൻ തയ്യാറില്ല എല്ലാ സ്വതന്ത്രന്മാരെയും, എല്ലാ സാമൂഹ്യ സംഘടനകളെയും, എല്ലാ സാംസ്കാരിക സംഘടനകളെയും, പ്രാദേശികമായ ക്ലബ്ബുകളെയും, പ്രാദേശികമായിട്ടുള്ള മറ്റു സംഘടനകളെയും എല്ലാവരെയും യോജിപ്പിച്ച്
ഇതൊരു ജനകീയ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആ ഓരോ ഗ്രാമത്തിലും പ്രതിഫലിക്കുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതാണല്ലോ അതിൻ്റെ ബേസ് തന്നെ. അതിൽ സ്റ്റേറ്റോ നാഷണൽ പൊളിറ്റിക്സോ അല്ല അതിൻ്റെ പ്രാമുഖ്യം. അതിനൊരു 10 to 20% പൊളിറ്റിക്കൽ വാല്യൂ ഉള്ളൂ. അതിൽ ഈ 75 to 80% വാല്യൂ എന്ന് പറയുന്നത് പ്രാദേശിക ഇഷ്യൂസാണ്. അത്തരം ആളുകളെ കണ്ടെത്തി, എത്ര സംഘടനകളെ കണ്ടെത്തി, അവരുമായിട്ട് നമ്മൾ ഓൾറെഡി വി സ്റ്റാർട്ടഡ് ദ നെഗോസിയേഷൻ അവർ പീപ്പിൾ. സ്റ്റേറ്റ് വൈഡ് മുഴുവനും താങ്കൾ TMC ആയി തന്നെ ആയിരിക്കില്ലേ ഇനി തദ്ദേശ? എല്ലാവരും ഒറ്റ ചിഹ്നത്തിൽ TMCയുടെ ചിഹ്നത്തിൽ മത്സരിക്കും. സ്റ്റേറ്റ് വൈഡ് മൊത്തം നിൽക്കാനാണോ തീരുമാനം, അതോ മലബാർ ഏരിയ മാത്രം കേന്ദ്രീകരിക്കും? ഈ 22,000 മത്സരിക്കാനുള്ള പരിശ്രമം നടത്തും. ഇനി അങ്ങനെ തട്ടിമുട്ടിപ്പോയാലും അബവ് 20,000 ഞങ്ങൾ മത്സരിച്ചിരിക്കും. വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. താങ്കളുടെ ഇപ്പോഴും അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി സ്റ്റാർട്ടഡ്, ഇറ്റ്സ് ഓൺ ദ വേ. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും UDF-മായുള്ള ഒരു ചർച്ചകളൊക്കെ എങ്ങനെയാണ്? ആരുമായിട്ടും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയ്ക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾക്ക് പറയാനുള്ള രാഷ്ട്രീയം കേരളത്തിലെ മനുഷ്യരോട് പറയാനുള്ളതാണ്. ആ മനുഷ്യരിലേക്കാണ്, സാധാരണ ജനങ്ങളിലേക്കാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. അത് വളരെ ഫലപ്രദമാണ്. വളരെ എന്താ പറയുക, പോസിറ്റീവായിട്ട് ജനങ്ങൾ ഞങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ എനർജൈസ്ഡാണ്. ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ, എസ്പെഷ്യലി ലേഡീസ് ആൻഡ് യൂത്ത്, വളരെ സീരിയസ് ആയിട്ട് നമ്മളോടൊപ്പം നമുക്ക് എന്താ പറയുക ധാർമ്മിക പിന്തുണ അർപ്പിക്കുന്നുണ്ട്. ആ ഒരു ബലത്തിൽ തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും. PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് ഒരു കാരണവശാലും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ UDF-ലേക്ക് പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അങ്ങയുടെ റിസൾട്ട് വന്നതോടുകൂടി ഏറെക്കുറെ VD സതീശൻ ഒഴികെ ഏറെക്കുറെ എല്ലാ പ്രമുഖരായ UDF കോൺഗ്രസ് നേതാക്കളൊക്കെ PV അൻവറിനെ അങ്ങനെ തള്ളിക്കളയാൻ അവർ സന്നദ്ധരല്ല. അത് പരസ്യമായി തന്നെ അവർ പറയുകയും ചെയ്തു. അപ്പോൾ UDF-ന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അപ്രോച്ച്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ? അല്ല, അതിനുള്ള സാധ്യത കാണുന്നില്ല. നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മളെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യം ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുക. അവർ നമ്മളോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റിനും ലീഗ് കാണിക്കുന്ന ആ താല്പര്യത്തിനും കോൺഗ്രസ്സിലെ ഒട്ടുമിക്ക നേതാക്കന്മാർ കാണിക്കുന്ന താല്പര്യത്തിനൊക്കെ അവരോടൊക്കെ നന്ദിയും കടപ്പാടും ഉണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ അതിലപ്പുറം ഈ ഒരു ഘട്ടത്തിൽ പൊളിറ്റിക്കലായിട്ട് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം, കാരണം ഞങ്ങൾ ഉയർത്തുന്ന പല മുദ്രാവാക്യത്തോടും അങ്ങനെ അങ്ങോട്ട് യോജിക്കാൻ അവർ തീരുമാനത്തിലെത്താൻ പെട്ടെന്ന് UDF-ന് കഴിയില്ല. താങ്കൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി സർക്കാരിനെതിരെയും CPM-ന്റെ നയങ്ങൾക്കെതിരെയുമാണ്. അതൊരിക്കലും കോൺഗ്രസ് ഉൾക്കൊള്ളില്ലെന്നാണ്. അത് കോൺഗ്രസ് ഉൾക്കൊള്ളും. അതിലപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രം പോരല്ലോ. ഈ നാട് നേരിടുന്ന വിഷയം പലതും ഇവിടെ ഉന്നയിക്കാനുണ്ട്. അതിൽ പ്രധാനം മലയോര വിഷയം തന്നെയാണ്. ആ മലയോര വിഷയത്തിൽ UDF-ന്റെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയണം. ഞങ്ങൾക്ക് കൃത്യമായ പ്രപ്പോസലുണ്ട്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പ്രപ്പോസലുണ്ട്. ഈ തൊഴിലില്ലാത്ത ഈ ചെറുപ്പക്കാരെ, അഭ്യസ്തവിദ്യരായ ഈ ചെറുപ്പക്കാരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഇവിടെ കൊള്ളയടിക്കപ്പെടുന്ന PSC മെമ്പർമാരുടെ എണ്ണം 5-1 ചുരുക്കണമെന്ന ആവശ്യം ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. അവരുടെ ശമ്പളം 5-1, ഇപ്പം 4.5 ലക്ഷം. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് 1 ലക്ഷത്തിന് താഴെയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും 6-5 മെമ്പർമാരാണുള്ളത്. ഇവിടുത്തെ ഇരട്ടി ജനതയുള്ള നാടാണ്. അറ്റ്ലീസ്റ്റ് അതിലേക്കെങ്കിലും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ. ഈ പറയുന്ന ആശാവർക്കർമാരുടെ സാലറി മിനിമം 15,000 രൂപയെങ്കിലും ആക്കുകയും പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷമെങ്കിലും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. പശ്ചിമ ബംഗാളിൽ ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. ഓരോ പിരിഞ്ഞു പോകുന്ന ആശയ്ക്ക് 5 ലക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുമായിട്ട് ഞാൻ ചെറിയ 3-4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇഷ്യൂസിൽ ഇവരുടെ നിലപാട് എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്നുള്ള പെൻഷൻ തുക തീരെ അപര്യാപ്തമാണ്. അത് വർദ്ധിപ്പിക്കണമെന്നതുണ്ട്. KSRTC നഷ്ടമാണെന്ന് പറഞ്ഞ് നിർത്തേണ്ടതല്ല. അത് സർവീസ് ഓറിയൻ്റഡാണ്. ഇവിടുത്തെ സാധാരണക്കാർക്കും ജനങ്ങൾക്കും ഇടത്തരക്കാർക്കും യാത്ര ചെയ്യാൻ അന്യ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ പബ്ലിക് ട്രാൻസ്പോർട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഇവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ഒരു ലാഭക്കച്ചവടത്തിലേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ഞങ്ങളൊന്ന് തിരിഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയങ്ങളിൽ UDF ലീഡർഷിപ്പിൻ്റെ നിലപാടെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. പിണറായി ഇപ്പോൾ 900 കാര്യങ്ങൾ എന്താ പറയുക ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു. 4 മാഡത്തിന് പറയാൻ പറ്റും. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ 900 എന്താ മനസ്സിലായിട്ടില്ല. ഈ നാട്ടിൽ പട്ടിണി മാറിയിട്ടില്ല. ഇവിടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും കുടിവെള്ളമില്ല.
ഈ പറയുന്ന നമ്മളിരിക്കുന്ന തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ ഡ്രെയിനേജ് വിഷയമുണ്ട്, ഇവിടുത്തെ മാലിന്യ പ്രശ്നമുണ്ട്, ഇത് പരിഹരിച്ചിട്ടില്ല. വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കോളേജിൽ സീറ്റില്ല. ആരോഗ്യരംഗം തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും പരിഹരിക്കാതെ 900 കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്ന ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങൾക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിന്. അത് ഞങ്ങളൊരു ജനനന്മ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് രൂപം നൽകാൻ ഞങ്ങൾ ചർച്ചകൾ നടത്തിയ ജനനന്മ മുന്നണിയാണ്. അതിനെ TMC തൃണമൂൽ കോൺഗ്രസ് ലീഡ് ചെയ്യും. ഇതിൽ ആർക്കും ജനനന്മ ആഗ്രഹിക്കുന്ന ആർക്കുമായും സഹകരിക്കാം. അപ്പം അത്തരത്തിലുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിൽ ഞങ്ങൾ മുന്നിൽ വെക്കുന്ന കാര്യത്തിൽ ആരാണോ അതിനോട് താതാത്മ്യം പ്രാപിച്ച് ഈ പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന ഗവൺമെൻറ് അത് പരിഹരിക്കാൻ തയ്യാറായി അവരുടെ ഈ പ്രകടന പത്രികയിൽ ഇത് ഉൾക്കൊള്ളിക്കാനും ജനങ്ങളോട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്നവരുമായി ഞങ്ങൾ സഹകരിക്കും. അപ്പോൾ ഈ അങ്ങ് പറഞ്ഞതുപോലെ ജനനന്മ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി TMC ലീഡ് ചെയ്യുന്ന ഒരു മുന്നണി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഈ തദ്ദേശ ലോക്കൽ ബോഡി ഇലക്ഷൻ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണോ അതോ 2026 അത് എക്സ്റ്റെൻഡ് ഞങ്ങളിപ്പോൾ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അല്ലേ. ഒരു തെരഞ്ഞെടുപ്പിന് ഒരു സ്ട്രാറ്റജി, അടുത്ത തെരഞ്ഞെടുപ്പ് വേറെ സ്ട്രാറ്റജി. ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കി അതിൻ്റെ പണിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അങ്ങ് പറയുന്ന പോലെ വലിയ ആത്മവിശ്വാസത്തിലാണ്. UDFിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ഒരുപക്ഷെ അവർ ഈ വീണ്ടും ഇവിടെ ചർച്ചയ്ക്ക് വന്നാലും ആ ചർച്ചയുമായി സഹകരിക്കില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഒരാളുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടത്തിലാണ്. ഞങ്ങൾ ഉയർത്തുന്ന ഇപ്പോൾ ഈ പറഞ്ഞ സൂചിപ്പിച്ചല്ലോ, അത് കൃത്യമായ നയരേഖ നമ്മൾ പുറത്തു വിടുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ 4 ജില്ലകൾ കൂടി പുതുതായിട്ട് സൃഷ്ടിക്കണമെന്ന വിഷയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയടക്കം 4 ജില്ലകളെന്ന് പറയുമ്പോൾ അഡീഷണൽ ജില്ലകൾ. കാരണം അതെ, ജനസംഖ്യാ വർധനവ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒറ്റ കാര്യം ചെറുതായിട്ട് സൂചിപ്പിക്കാതെ വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല, ഒരുപാട് സമയം വേണം. ഇപ്പോൾ വയനാട് 8.25 ലക്ഷം ജനങ്ങളാണ് ഉള്ളത്. മലപ്പുറം 51 ലക്ഷത്തിൽ ചില്ലാൻ ജനങ്ങളാണ്. 2011 സെൻസസ് പ്രകാരം 45 ലക്ഷമാണ്. അവിടുത്തെ ജനസംഖ്യാ വർധനവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 13.25 ആണ്. ഈ 45 ലക്ഷത്തെ 13.25 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഈ പറയുന്ന 2011 ലക്ഷത്തിലെ 14 വർഷം കൂട്ടുമ്പോൾ 51 ലക്ഷത്തിൽ ചില്ലാൻ ജനങ്ങളുണ്ട്. ആ 51 ലക്ഷത്തിൽ ചില്ലാൻ ജനങ്ങൾക്ക് ഒരു കലക്ടറാണ്. 8.25 ലക്ഷമുള്ള വയനാട്ടിലും ഒരു കലക്ടറാണ്. അവിടെ ഒരു പരാതി കൊടുത്താൽ ഒരു മാസം കൊണ്ട് കലക്ടർക്ക് തീരുമാനിക്കാൻ കഴിയും. ഇവിടെ ഒരു പരാതി കൊടുത്താൽ ഒരു വർഷം കൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല. അവിടെ ഒരു മെഡിക്കൽ കോളേജാണ്, ഇവിടെയും ഒരു മെഡിക്കൽ കോളേജാണ്. അങ്ങനെ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ ഈ ജനസംഖ്യാ വർധനവ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന 2-3 ജില്ലകളിൽ 1 പരമപ്രധാനം മലപ്പുറമാണ്, 2 തിരുവനന്തപുരമാണ്, 3 എറണാകുളം തൃശ്ശൂരിൻ്റെ കിഴക്കൻ അതിർത്തിയാണ്. അപ്പം മലബാർ കേരളത്തിൽ ഒട്ടാകെ 4 ജില്ലകൾ കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രപ്പോസൽ ഞങ്ങൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ റിസർച്ചിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. കേരളത്തിലെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ പരമാവധി ജനസംഖ്യ 35 ലക്ഷമാണ് ഒരു സ്റ്റേറ്റിൻ്റെ. ഈ ഗോവ അടക്കം, മിസോറാം അടക്കം, ഛത്തീസ്ഗഡ് അടക്കം, ഇവിടെ ഒരു ജില്ലയിലെ ജനസംഖ്യ 55ആണ്. മലപ്പുറം ജില്ലയിലെ ഒരു താലൂക്കിലെ ജനസംഖ്യ 8.5-9 ലക്ഷമാണ്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ ജനസംഖ്യ 1,39,000 കേരളം മൊത്തത്തിലെടുത്താൽ ഒരു പഞ്ചായത്തിലെ ഒരു റവന്യൂ വില്ലേജിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 16,000. മലപ്പുറത്തും തിരുവനന്തപുരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ 30,000. അപ്പോൾ ഇതിൻ്റെ വലിയ അനീതിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന എല്ലാ സഹായങ്ങളും ഡിസ്ട്രിക്ട് വൈസാണ് ഒട്ടുമിക്കതും. അപ്പോൾ 55 ലക്ഷം ജനങ്ങളുള്ള ജില്ലക്കും 45 ലക്ഷം ജനങ്ങളുള്ള തിരുവനന്തപുരം ജില്ലക്കും 12 ലക്ഷം ജനങ്ങളുള്ള പത്തനംതിട്ട ജില്ലക്കും ഒരേ ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. അപ്പോൾ വലിയ അനീതി ഇവിടെയുണ്ട്. പക്ഷേ അങ്ങനെ ഈ ജില്ലകൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം താരതമ്യേന വലിയ ജില്ലകൾ വിഭജിക്കുക എന്ന് പറയുമ്പോൾ ഈ മലപ്പുറത്ത് വിഭജനം വേണമെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ അതിന് വേറെ വ്യാഖ്യാനങ്ങൾ വരില്ല. വ്യാഖ്യാനിക്കുന്നവർക്ക് വ്യാഖ്യാനിച്ച് വീട്ടിൽ പോവാം. ഇവിടെ വസ്തുതകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. വ്യാഖ്യാനങ്ങളെയും എന്താ പറയുക, അതിനപ്പുറമുള്ളതിനും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഉയർത്തുന്ന വിഷയം സത്യസന്ധവും വസ്തുതാപരവുമാണെങ്കിൽ ഈ വ്യാഖ്യാനിക്കുന്നതിനെ നാട്ടുകാർ അടിച്ചോടിക്കുന്നത് നമുക്ക് കാണാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. 22,000 ലോക്കൽ ബോഡി ഇലക്ഷൻ 22,000 പറയുകയാണ്. ഈ 22,000-ൽ TMC ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ എത്രത്തോളം ഒരു ആത്മവിശ്വാസമാണ്?
ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് ഇന്ന് കേരളത്തിൽ ഒരു വാർഡിൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ 100 വോട്ടുണ്ട്. അത് ചേലക്കര അനുഭവം, നിലമ്പൂർ അനുഭവം വെച്ച് അനലൈസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ആ പൊളിറ്റിക്സിന് കേരളത്തിൽ മൊത്തം ആ രാഷ്ട്രീയത്തിനെ ഞങ്ങൾ ഒന്നും കൂടെ എന്താ പറയുക ഊതിക്കാച്ചി നല്ലൊരു പൊന്നാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഒരു 100 വോട്ടും കൂടി ആ പൊളിറ്റിക്സിന് വരാൻ പോവുകയാണ് കേരളത്തിൽ ഓരോ വാർഡിലും. ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിച്ചാൽ ആവറേജ് 900 to 1000 വോട്ടാണ്. അവിടെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 70 to 75%. 700 to 750 വോട്ടാണ് പോൾ ചെയ്യാൻ പോകുന്നത്. അവിടെ 251 വോട്ട് പിടിക്കുന്ന ഒരാൾ ജയിക്കും. ആ 251 വോട്ട് പിടിക്കുന്ന ആൾ ജയിക്കുന്നത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പൊളിറ്റിക്സിന് 200 വോട്ടുണ്ടെങ്കിൽ 50 വോട്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി അവിടെ ഉണ്ടെങ്കിൽ അവിടെ ജയിച്ചു കയറാൻ പറ്റും. വ്യക്തിപരമായി, കുടുംബപരമായിട്ട്, സാമൂഹികമായിട്ട്. രാഷ്ട്രീയമായ വോട്ട് അവിടെ ഉണ്ട്. കേരളത്തിന് ഒട്ടും പരിചയമില്ലാത്തൊരു TMC പാർട്ടിയാണ് TMC. അങ്ങനെ ആ TMC ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇനി ഒരു 2-3 മാസം മാത്രം ബാക്കി നിൽക്കെ അത്രയും ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? 22,000 പരിചയമില്ലാന്ന് ഇപ്പം നിങ്ങളെപ്പോലെ ആളുകൾ പറയല്ലേ. മമതാ ബാനർജിയെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും രാഷ്ട്രീയത്തിലുണ്ടാവുമോ? ആ പാർട്ടിയെക്കുറിച്ച് അറിയാത്തവർ കേരളത്തിലില്ല. ആ പാർട്ടി എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് അറിയാത്തവരുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. ഇന്നും സ്വന്തം വീട്ടിൽ 1200 സ്ക്വയർ ഫീറ്റിലെ ഓടിട്ട തറവാട്ടിലാണ് ഈ പറയുന്ന മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി ഇപ്പോഴും താമസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവ് പബ്ലിക് പ്ലേസ് ആക്കി കൊടുത്ത സ്ത്രീയാണ്. 19 വർഷമായി മുഖ്യമന്ത്രിയായിട്ട്. ഇവിടെ കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമക്കൾക്ക് അപ്സ്റ്റേറിലേക്ക് പോകാൻ അതിൻ്റെ അകത്ത് ലിഫ്റ്റ് കുഴിച്ചിടുന്ന നാട്ടിലാണ് ഈ മുഖ്യമന്ത്രി ഉള്ളത്. 25 രൂപയുടെ റബ്ബർ ചപ്പൽ സ്ലിപ്പർ ഇട്ടിട്ട് അവർ അന്നും നടക്കുന്നത് ഇന്നും നടക്കുന്നത്. 200 രൂപയുടെ കോട്ടൺ സാരിയാണ് അവർ എടുക്കുന്നത്. ക്യാൻറ്റീനിൽ മുഖ്യമന്ത്രിയുടെ എന്താ പറയുക സെക്രട്ടേറിയറ്റിനകത്തെ ക്യാൻറ്റീനിൽ സാധാരണക്കാരെ കൂടെ ഇരുന്നിട്ടാണ് അവരിപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. ഈ വസ്തുതകൾക്ക് ജനങ്ങൾക്ക് അറിയും. ആ വസ്തുതകൾ ജനങ്ങളെ ഒന്നുകൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. മലപ്പുറത്ത് എത്ര പഞ്ചായത്തുകളാണ് താങ്കൾ കണക്ക് കൂട്ടുന്നത്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിൽ 966 പഞ്ചായത്താണ് ഇപ്പോൾ ഉള്ളത്. അതിനോടനുബന്ധിച്ചുള്ള മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഞങ്ങളുടെ കണ്ണ 22,000 ചില്ലാനം വോട്ടിലാണ്, സീറ്റിലാണ് കേരളം മുഴുവനും. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100ഓളം വാർഡുകളിൽ ഞങ്ങൾ മത്സരിക്കും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് 10 സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയാണ്. ഇപ്പോഴും സ്ഥാനാർത്ഥികളെ ഡിസ്കഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മലപ്പുറത്തെ മാത്രം നോക്കുകയാണ്. PV അൻവർ എന്ന് പറയുമ്പോൾ മലപ്പുറമാണോ കേരളം? അല്ല, മലപ്പുറമാണോ കേരളം? മലപ്പുറമാണോ? ഞാൻ വയനാട്ടിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. കോഴിക്കോടും മലപ്പുറം വയനാടും നിൽക്കുന്നതാണ് വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെയും മത്സരിച്ചിട്ടുണ്ടല്ലോ ഞാൻ. പാലക്കാട് വന്ന് ഞാൻ മത്സരിച്ചില്ല. ഞാൻ മത്സരിച്ചതുപോലെയാണല്ലോ ചേലക്കാരെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പം നമ്മളൊരു മലപ്പുറം, നിലമ്പൂർ, എറണാട് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിയാൽ ആ തള്ളൽ നിൽക്കില്ല. ആ മതിലുകളൊക്കെ പൊളിച്ച് കേരളത്തിൽ ഞങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. പോയിരിക്കും. ഇതിലൊരു ഇപ്പോൾ ആരോഗ്യമേഖല വലിയ രീതിയിൽ വിമർശനം UDF ഒക്കെ ഏറ്റെടുത്തു. എന്തായാലും ലോക്കൽ ബോഡി ഇലക്ഷന് വലിയ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ആരോഗ്യമേഖലയുടെ ഈ തകർച്ചയും ഈ വീഴ്ചയ്ക്കുമെതിരെ TMCയുടെ ഒരു സമരം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ TMCയുടെ സമരം ഒരു വിഷയം മാത്രമല്ല. ആരോഗ്യരംഗത്തുള്ള വിഷയം മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അതീവ സീരിയസ് ആണ്. പല ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടെന്താ? ഡോക്ടർ ഹാരിസ് വേണ്ടി വന്നത് വിളിച്ചു പറയാൻ അല്ലേ? ഈ ആശുപത്രിയിൽ മരുന്നില്ലാതായിട്ടും തുന്നിക്കെട്ടാൻ സൂചിയില്ലാതായിട്ടും സർജറി നടത്താൻ കത്രിക ഇല്ലാതായിട്ടും ഇന്നും നിലയായതല്ല. മരുന്നില്ലാതായിട്ട് മാസങ്ങളായി. ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുകൾ ഓരോ ഹോസ്പിറ്റലും എടുക്കുന്നില്ല, സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട്. ഈ ഇഷ്യൂസൊക്കെ ഇവിടെ കത്തി നിൽക്കാൻ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. പക്ഷേ അതൊരു ഹാരിസ് വന്ന് പറയും, ഡോക്ടർ ഹാരിസ് വന്ന് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കുകയല്ല പ്രതിപക്ഷം ചെയ്യേണ്ടത്. പ്രതിപക്ഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുക വേണ്ടത്. പിണറായിസം എന്നൊരു സബ്ജക്റ്റും മരുമോനിസം എന്ന് പറയുന്നൊരു സബ്ജക്റ്റും പോലീസിലെ ഈ RSS വൽക്കരണവും അജിത് കുമാറിൻ്റെയും സുജിത് ദാസിൻ്റെയും ഇഷ്യൂസും PV അൻവർ അത് പുറത്തിടുമ്പോൾ അതിനെ പിന്തുണക്കുകയല്ല വേണ്ടത്. പൂരം കലക്കിയത് അജിത് കുമാറാണെന്നും അങ്ങനെ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം കഴിഞ്ഞ 25 വർഷമായി തലകുത്തി മറിഞ്ഞിട്ടും ഒരു പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ഒരു നിയമസഭയിലോ ഒരു സീറ്റുണ്ടാക്കി കൊടുക്കാൻ അവർക്ക് കഴിയാത്തതിനെ നിഷ്പ്രയാസമായിട്ട് അജിത് കുമാറാണ് ഈ പറയുന്ന തൃശ്ശൂരിൽ സീറ്റുണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞത് അൻവറാണ്. അതിനെ പിന്തുണക്കാൻ അവർ വന്നത്. ഒരു സ്റ്റെപ്പിൽ അവർ മാറി
ഈ അജിത് കുമാറിനെ വീണ്ടും DGP ആക്കാനുള്ള ശ്രമം ഗവൺമെൻറ് നടത്തിയപ്പോൾ അതിനെ എതിർക്കണമെന്ന് ഈ പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, ഒരു അക്ഷരാരും വേണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല എന്താ പറയുക പ്രസിഡൻ്റ് അവാർഡിന് വേണ്ടിയിട്ട് ഈ അജിത് കുമാറിനെ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്തു. എതിർക്കണം എന്ന് ഞാൻ പറഞ്ഞു, നടന്നിട്ടില്ല. ഈ പറയുന്ന നാഷണൽ എന്താണ് PSC നാഷണൽ UPSCക്ക് കത്തെഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രദേശം എഴുതിയിട്ടില്ല. 16 കത്തയച്ചിട്ടുണ്ട് ഞാൻ, 16 ഇദ്ദേഹത്തെ എടുക്കാൻ പാടില്ല, സുപ്രീം കോടതിയിൽ ഞാൻ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ചെയ്ത ഓരോ തെറ്റുകളും ഇയാൾക്ക് ക്ലീൻ ഷീറ്റ് കൊടുത്തല്ലോ അവർ. അപ്പം നമ്മളൊരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ആ പോരാട്ടം ലക്ഷ്യം കണ്ടിട്ടല്ലേ മടങ്ങാൻ പറ്റൂ. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ ആർക്കും അതേ പറ്റൂ. അങ്ങനെയുള്ളൊരു ആത്മാർത്ഥമായ ഇടപെടലുണ്ടോ? ഇപ്പോൾ ഈ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം എന്താ UDFൻ്റെ നിലപാട്? പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആ സാധു സ്ത്രീകളെ എന്താ പറയുക മുന്നിൽ നിന്ന് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് ഈ പ്രതിപക്ഷത്തിനല്ലേ? ഞങ്ങളൊക്കെ കാട്ടിയ പോലെയൊക്കെ സമരം നടത്തി പിന്തുണ കൊടുത്തു, മതിയോ? ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യിക്കണ്ടേ? ഈ ആരോഗ്യരംഗം ഇങ്ങനെ ഈ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഈ നിപ്പ ഉൾപ്പെടെയുള്ള ഈ മഴക്കാലത്തുണ്ടാകുന്ന ഒരുപാട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരാഴ്ചയൊക്കെ നീട്ടി വെക്കാലോ? അത്ര സീരിയസ് പൊസിഷനിലൊന്നും നടന്നാണല്ലോ അദ്ദേഹം പോയത്. തലേ ദിവസം കൂടി വലിയ മുദ്രാവാക്യം പെടുന്ന് വിളിച്ചാണല്ലോ വലിയ പ്രസംഗം നടത്തിയ മണിക്കൂറുകൾ. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നത് സഖാവ് VSനെ കാണാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒരു മുൻ മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിനും ചികിത്സക്ക് അർഹതയില്ലേ? എന്തുകൊണ്ടേ അദ്ദേഹത്തിന് ഒരു നല്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഈ ഗവൺമെൻറ് പാർട്ടി എടുക്കാത്ത? തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, ഒരൊറ്റ സഖാവിനെ അവിടെ കണ്ടില്ല. ഈ പാർട്ടി പിളർന്നപ്പോൾ 32 സഖാക്കളിൽ CPIMനോടൊപ്പം നിന്ന് ജീവിച്ചിരിക്കുന്ന അവസാനത്തെ സഖാവാണ് സഖാവ് VS. 2011, 2016 അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമ്പോൾ നടത്തിയ മതികെട്ടാൻ ഉൾപ്പെടെയുള്ള സമരങ്ങൾ, ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി 2016 അധികാരത്തിൽ വന്നത്. അതല്ലെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് ആ മനുഷ്യനോടൊരു കാരുണ്യമുണ്ടോ പിണറായിക്ക്? പിണറായിയെ ഭയപ്പെട്ടൊരു സഖാവ് ആശുപത്രിയിലേക്ക് പോലും കയറുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റാഫിനെയും ബന്ധുക്കളെ മാത്രം മകനെയാ ഞാനവിടെ പോകുമ്പോൾ കാണുന്നത്. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇതൊക്കെ തന്നെ പിണറായിസം. എന്തായാലും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുറവിളി കിട്ടുമ്പോൾ മന്ത്രിയെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് മറ്റ് സർക്കാരിലെ മറ്റ് മന്ത്രിമാർ ഒന്നൊന്നായി പുറത്തു വരുന്നത്. കാരണം നാളെ അവരുടെ സ്ഥിതി അത് തന്നെയാണ്, ഇവരെയൊക്കെ ഗതി ഇത് തന്നെയാണ്. ഒരാൾ രാജിവെച്ചാൽ അടപടലം പോലെ രാജിവെക്കേണ്ടി വരും, അടപടലം പോലെ പൊട്ടേണ്ടി വരും. അപ്പോൾ ഒരാളും രാജിവെക്കാതിരിക്കാൻ എന്താ പറയുക, ഇവർ കൈപ്പിടിച്ച് നിൽക്കുകയാണ്. ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞില്ലേ, ആ പിടുത്തം പിടിച്ച് നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഈ സൂംബ ഡാൻസ് നിർബന്ധമാക്കുന്നു സർക്കാർ സ്കൂളുകളിലും ഒപ്പം മറ്റ് സ്കൂളുകളിലുമൊക്കെ. അങ്ങനെ വരുമ്പോൾ അത് വലിയ രീതിയിൽ പ്രതിഷേധം മുസ്ലിം സംഘടനകളുടെ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണല്ലോ. സൂംബ ഡാൻസിനെ അങ്ങ് വ്യക്തിപരമായി അതിനെ ആ ഒരു തീരുമാനത്തെ അങ്ങ് യോജിക്കുന്നുണ്ടോ? ആ സൂംബ ഡാൻസ് കളിക്കുന്ന നേരം ഈ കുട്ടികളെ കയ്യിലൊരു തൂമ്പ വാങ്ങിക്കൊടുത്താൽ 4 പച്ചക്കറിയെങ്കിലും ഉണ്ടാക്കാം. അതിനുള്ള ബുദ്ധിയെങ്കിലും ഒരു വേണം. റിലാക്സേഷൻ അതിലും വലിയ റിലാക്സേഷൻ ഇവിടെ കൊടുക്കണല്ലോ. കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്താ? അവരുടെ പാഠ്യപദ്ധതിയുടെ സിലബസിൻ്റെ എന്താ പറയുക ഹൈക്കാണ് നമ്പർ 1. നമ്പർ 2 ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ വർധനവാണ്. നമ്പർ 3 മൂന്നാമത് കുട്ടികൾക്ക് ടോയ്ലറ്റ് ഇല്ലാത്തതാണ്. നമ്പർ 4 നമ്പർ 5 കുട്ടികൾക്ക് കളിക്കാൻ ഇടമില്ലാത്തതാണ്. ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കുട്ടികളുടെ ടെൻഷൻ ഇറക്കേണ്ട ഈ ഭാഗത്തേക്ക് കണ്ണോടിക്കാതെ വൈകുന്നേരം 4 മണിക്കൊന്ന് കുലുങ്ങിയാൽ എല്ലാ ടെൻഷനും മാറുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല PV അൻവറും TMCയും. അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം, അദ്ദേഹത്തിന് അത് ആ സമയത്ത് അറിയില്ലായിരുന്നു. ഇവർ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ള വസ്തുതകൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. പക്ഷേ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ട് 10-40 ദിവസമായി. അന്ന് ഈ മന്ത്രിക്ക് അറിയില്ലേ ഇവർ ചാരക്കേസിൽപ്പെട്ടവരാണ്? ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ മന്ത്രിക്ക് അറിയില്ലേ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്? എന്തേ ഈ ജനങ്ങളോട് വിളിച്ചു പറയായിരുന്നത്? ആ സ്ത്രീ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം നടത്തിപ്പോയിട്ട് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രിക്കില്ലേ? അവിടെ അത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരല്ലേ? പിന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ എന്താ? നിരന്തരമായിട്ട് ടൂറിസം മന്ത്രിയെ അവർ വിളിക്കാറുണ്ടായിരുന്നു. നമുക്കറിയില്ല അതിൻ്റെ വസ്തുത. പരാതി കൊടുക്കാൻ പോകുക NIAക്കും ഈ പറയുന്ന റോക്കും.
ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഡീപ്പായിട്ട് ഇത് അന്വേഷിക്കണമെന്നുള്ളത്. മന്ത്രി വലിയ കള്ളത്തരല്ലേ ചെയ്തത്? ഈ പറയുന്ന ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തെന്ന് പത്രക്കാരെ വിളിച്ചിട്ട് അദ്ദേഹം പറയണമായിരുന്നു, ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അവർ ഇന്ന കേസിൽ ഇപ്പോൾ പെട്ടു എന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നില്ല. കേന്ദ്ര ഏജൻസിയെ അറിയിക്കേണ്ടവർ ഈ സ്ത്രീയെ ഞങ്ങളിങ്ങനെ ഉപയോഗിച്ചിരുന്നു, കേരളം മുഴുവൻ നടന്നിരുന്നു, ചെയ്തിട്ടുണ്ടോ? അറിയില്ല. അറ്റ്ലീസ്റ്റ് ഈ വിവരങ്ങളും കൊടുക്കണ്ടേ, ജനങ്ങളോട് പറയണ്ടേ? ഇപ്പം പത്രക്കാർ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഓ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ, അതാണോ അതിൻ്റെ ഉത്തരം? അപ്പോൾ ഇനി അതിൻ്റെ പിന്നിൽ വേറെ വല്ലതും ഉണ്ടോയെന്ന്? പണമുണ്ടാക്കുക എന്നതിലപ്പുറം റിയാസിസത്തിന് മരിമോസിനിസത്തിന് അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല. എന്ത് മാർഗവും സ്വീകരിക്കും. ആ മാർഗത്തിൽ രാജ്യദ്രോഹം പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിനെ ഏജൻസികൾ അന്വേഷിക്കട്ടെ, നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും കേരളത്തിലെ 4ാമത്തെ മുന്നണിയായി ജനനന്മ മുന്നണി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം അമൃത ടിവിയുമായി സഹകരിച്ചതിന് നന്ദി.